മഖാം ഇബ്രാഹിമിന്റെ പിന്നിൽ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കണം. സംസം വെള്ളം അല്പം കുടിക്കുക. നേരെ പോയിട്ട് എന്ത് ചെയ്യുക? സഫാ മർവയ്ക്കിടയിൽ സഅയ് ചെയ്യുക. പിന്നെ മുടിയും മുറിച്ച് അറവ് നടത്തിയിട്ട് തിരിച്ചു പോകുക. കഴിഞ്ഞു പരിപാടി. അതിനുള്ള ആട് മാട് ഒട്ടമൊക്കെ ആയിട്ട് വന്നിരിക്കുകയാണ്. ആട് ഒട്ടമൊക്കെ ഉണ്ട്. പക്ഷെ ഇതെല്ലാമായിട്ട് മരുഭൂമിയിലൂടെ, ഡെസേർട്ടിലൂടെ വലിയ ത്യാഗം സഹിച്ച് ദിവസങ്ങളെ താണ്ടിക്കൊണ്ട് മക്കയിലേക്ക് ലക്ഷ്യമാക്കി വന്ന് ഹുദൈബിയയിൽ വെച്ചുകൊണ്ട് തടയുന്നു. 20 കിലോമീറ്ററേ ഉള്ളൂ, വിടൂല. കൊണ്ടുവന്ന വെള്ളവും എല്ലാം കഴിഞ്ഞു. മക്ക വരെ എത്താനുള്ളതൊക്കെ സജ്ജീകരിച്ച് കൊണ്ടുവന്നതാണ്. ഒരു യാത്രയാകുമ്പോൾ അങ്ങനെയാണല്ലോ, എല്ലാം റെഡിയാക്കി കൊണ്ടുവന്നതാണ്. അപ്പൊ സ്വഹാബത്തിൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, നബിയെ, കയ്യിൽ ആരുടെ കൈയും വെള്ളമില്ല. 10,500 പേരുണ്ട്. കുളിക്കാനും നനയ്ക്കാനും വുളൂ ചെയ്യാനും കുടിക്കാൻ പോലും വെള്ളമില്ല. വലിയ പ്രയാസത്തിലാണ്. എന്ത് ചെയ്യും? നബി തങ്ങൾ ചോദിച്ചു, അല്പം പോലും വെള്ളമില്ലേ? ഉണ്ട്. ഒരു സ്വഹാബി ഒരു തോൽപാത്രത്തിൽ ഒരു അല്പം വെള്ളം കൊണ്ടുവന്ന് കൊടുത്തു. നബി, ഇത് മാത്രമേ, വേറെ ഒന്നുമില്ല, ഇത് മാത്രമേ ഇനിമൊക്കെ ഉള്ളൂ. തങ്ങൾ വലത് കൈ പ്രവാചകർ പ്രവേശിപ്പിക്കുകയാണ്. ആ തോൽപാത്രത്തിനുള്ളിലേക്ക് പ്രവാചകൻ ഇടുകയാണ്. അൽഹംദുലില്ലാഹ്, ഇത് പറയാത്ത ഹദീസിന്റെ ഗ്രന്ഥങ്ങളില്ല, ഇതെഴുതാത്ത മഹത്തുക്കളില്ല, മഹാന്മാരില്ല. ഹുദൈബിയ കാണുന്ന ഏറ്റവും വലിയ മനോഹരമായ കാഴ്ചയാണ്. പരിശുദ്ധ പ്രവാചകരുടെ വലത് കൈയിൽ നിന്ന്, ശറഫാക്കപ്പെട്ടതാകുന്ന വലത് കരത്തിൽ നിന്ന് മുസബ്ബിഹ വിരലിന്റെയും നടുവിരലിന്റെയും ഇടയിൽ നിന്ന് വെള്ളം പ്രവഹിക്കുകയാണ്. മാഷാ അല്ലാഹ്. അവിടെ ഒരുമിച്ച് കൂടിയ സർവർക്കും കുടിക്കാനും അംഗസ്നാനം ചെയ്യാനും വുളൂ ചെയ്യാനുമുള്ള യഥേഷ്ടം വെള്ളമായി അത് മാറുകയാണ്. എല്ലാവരും ഉപയോഗിച്ചു. നബി തങ്ങൾ അവസാനം ചോദിച്ചു, എല്ലാവർക്കും ആവശ്യം പോലെ എത്തിയെന്ന് പറഞ്ഞപ്പോൾ കൈവലിച്ചു. വെള്ളം പിന്നീട് വന്നിട്ടേ ഇല്ല. ഉലമാക്കൾ ഐക്യത്തോടുകൂടി പറയുന്നു, അഫ്ളലുൽ മിയാഹി മാഉൻ ഖദ നബഅ മിൻ ബൈനി അസാബിഇൻ നബിയിൽ മുത്തബാ. ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള വെള്ളം അന്ന് പ്രവാചകരുടെ കയ്യിൽ നിന്ന് ഹുദൈബിയ സന്ധിയിൽ വെള്ളമില്ലാതെ സ്വഹാബത്ത് വിഷമിച്ചപ്പോ നബി തങ്ങളുടെ അടുക്കൽ വന്നുകൊണ്ട് സങ്കടം പറഞ്ഞ സമയത്ത് പ്രവാചകർ വലത് കൈ തോൽപാത്രത്തിലേക്ക് ഇട്ടുകൊണ്ട് പുറപ്പെടുവിച്ച വെള്ളമില്ലയോ? നബി തങ്ങളുടെ സ്വന്തം കയ്യിൽ നിന്ന് നിർഗളിച്ചതായ വെള്ളമില്ലയോ? ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമുള്ള വെള്ളം അതാണ്. അതിനേക്കാൾ ശ്രേഷ്ഠതയുള്ള വെള്ളം മുമ്പും ഉണ്ടായിട്ടില്ല, ഇനി വരാനും പോകുന്നില്ല.